നമസ്കാരം. ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വിളിച്ചു വരുത്തിയ കോടതി കോടികളുടെ വീട് നിർമ്മിക്കുന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുവെന്ന് കണ്ടെത്തുകയും കേസ് ഇനി കോടതി തന്നെ അന്വേഷിക്കണം എന്ന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച PV അൻവർ MLA സംശയം തീർത്തു കൊടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ കണ്ടു എന്ന മൊഴിയും അജിത് കുമാർ ഇതിനിടെ നൽകിയിട്ടുണ്ട്. പൂരം കലക്കൽ, സ്വർണം പൊട്ടിക്കൽ, വ്യാജ മയക്കുമരുന്ന് കേസുകൾ തുടങ്ങി അജിത് കുമാറിനെതിരെ സർക്കാർ നടത്തുന്നു എന്ന് പറയുന്ന അന്വേഷണങ്ങൾ എവിടെയും എത്താതിരിക്കെ വിഷയത്തിൽ പ്രത്യേക കോടതി ഇപ്പോൾ നടത്തിയ ഇടപെടൽ നിർണായകമാവുകയാണ്. അജിത് കുമാർ കേസിൽ പെടുമ്പോൾ പിണറായിയെയും കൂടെപ്പെടുത്തുമോ? ഈ ക്ലീൻ ചിറ്റ് നൽകാൻ ആവശ്യപ്പെട്ട ആ അദൃശ്യ ശക്തി ആരാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് KP നൌഷാദ് അലി, ഇടത് സഹയാത്രികൻ BN ഹസ്കർ, MR അജിത് കുമാറിനെതിരെ പരാതി നൽകിയ അഡ്വക്കേറ്റ് P നാഗരാജ് എന്നിവർ ചേരുന്നു. ആദ്യം ഹസ്കറിലേക്ക്. ഹസ്കർ, ഈ ക്ലീൻ ചിറ്റ് നൽകുക മാത്രമല്ല, അത് കോടതിയിൽ എത്താതിരിക്കാൻ സർക്കാരും വിജിലൻസും തന്നെ പരിശ്രമിച്ചിരുന്നു. കോടതി ആ റിപ്പോർട്ട് വിളിച്ചു വരുത്തിയത് വായിച്ചു നോക്കി കോടതിക്ക് മുമ്പിലുള്ള ലഭ്യമായ രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ ഇത് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കോടതിക്ക് തോന്നി. അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് അജിത് കുമാറിൻ്റെ ഒരു മൊഴിയും പുറത്തു വരുന്നത്. അതായത് ഈ ആക്ഷേപം ഉന്നയിച്ച PV അൻവറിനെ നേരിൽ കണ്ട് സംശയം തീർത്തു കൊടുക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കാരണം മുഖ്യമന്ത്രിയെ ചാരുകയാണ് അജിത് കുമാർ. ഈ കേസിൽ അജിത് കുമാർ പെടുമ്പോൾ മുഖ്യമന്ത്രിയും പെടുമോ? കോടതി ചൂണ്ടിക്കാട്ടിയ അദൃശ്യ ശക്തി ഇനി മുഖ്യമന്ത്രിയാവുമോ? അസ്കർ, കേൾക്കുന്നുണ്ടോ? ശരി, ഞാൻ അസ്കറിലേക്ക് വരാം. KP നൌഷാദ് അലി, ഈ കോടതിയുടെ നടപടി എത്രമാത്രം നിർണായകമാണ്? ഇത് സാധാരണ നമ്മൾ വിജിലൻസ് കേസുകളിൽ കോടതി നേരിട്ട് തന്നെ അന്വേഷിച്ചോളാം എന്ന് പറയുന്നത് അപൂർവമാണ്. ഇവിടെ വിജിലൻസിനോട് ഒരു FIR കേസ് അന്വേഷിക്കാൻ പറയുന്നതിന് പകരം കോടതി തന്നെ അന്വേഷിച്ചോളാം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അജിംസ, ഇത് എത്രമാത്രം ഗൗരവമേറിയതാണ് കോടതിയുടെ ഈ പരാമർശം എന്നുള്ളത് നമുക്ക് ഏവർക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു പക്ഷേ ഈ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം വളരെ രോഷാകുലമായിട്ടാണ് കോടതി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് കോടതി വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സിന്റെ ഒരു പരിച്ഛേദമായിട്ടാണ് കോടതി വർത്തിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. നിങ്ങൾ ഈ വിഷയം ഒന്ന് നോക്കണം. കാരണം ADGP അജിത് കുമാറിനെതിരെ ഇവിടെ പരാതി വരുമ്പോൾ ആ പരാതി അന്വേഷിച്ചതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നത് ഈ അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ട് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയാണ്. ആ ക്ലീൻ ചിറ്റ് നൽകി അജിത് കുമാർ വീണ്ടും തന്റെ ആ ലാവണങ്ങളിലും തന്റെ പ്രവൃത്തികളിലും ഒക്കെ വ്യാപൃതരായി മുന്നോട്ട് പോകുന്നു. അതിനുശേഷമാണിപ്പോ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അദ്ദേഹം ട്രാക്ടറിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന വിവരം പുറത്തു വരുന്നത്. അത് 12 വർഷം മുമ്പ് ഹൈക്കോടതി തന്നെ ഉത്തരവ് മൂലം നിരോധിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഹരിവരാസനം ചൊല്ലുന്ന വേളയിൽ അദ്ദേഹം ശ്രീകോവിലിന് മുമ്പിൽ സെക്കൻഡുകൾ കൊണ്ട് ഭക്തന്മാർ മിന്നിമറയുന്ന ഇടത്ത് 5 മിനിറ്റിലധികം അദ്ദേഹം അവിടെ ചെലവഴിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അപ്പൊ ഇതൊക്കെ നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കോളം കക്കുന്ന പ്രവണത ഈ അജിത് കുമാർ തുടർന്നു വരികയാണ്. ഇപ്പൊ ഈ വിജിലൻസ് കേസ് അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ചരിത്രവും നമുക്കറിയാം. അദ്ദേഹം RSS നേതാവിനെയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ തൃശ്ശൂർ വരെ വന്ന് വാഹനം മാറ്റിപ്പോയി കാണുന്നു. എന്തിനു കാണുന്നു? അത് കഴിഞ്ഞ് തൃശ്ശൂർ പൂരം കലങ്ങുന്നു. തൃശ്ശൂർ പൂരം കലങ്ങിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെ ഈ അജിത് കുമാർ പിന്നീട് അദ്ദേഹത്തിന്റെ നിഗമനമായി വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഗൂഢാലോചന നടന്നതിന്റെ ഭാഗമായിട്ട് ഒരു FIR പോലും ഇതുവരെ ഈ പിണറായി വിജയന്റെ പോലീസ് ഇട്ടിട്ടില്ലല്ലോ. അങ്ങനെ FIR ഇടാത്ത ആ കേസിൽ ഇവിടുത്തെ CPI അടക്കമുള്ള പാർട്ടികൾ പ്രതിപക്ഷമുണ്ട്. പക്ഷെ ഭരണകക്ഷിപ്പെട്ട ആളുകൾ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ ഈ അജിത് കുമാറിനെ ഒന്ന് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു 3 അംഗ സംഘത്തെ അന്വേഷിക്കാൻ വീണ്ടും പിണറായി വിജയൻ ചുമതലപ്പെടുത്തുന്നു. അതെന്ന് അവസാനിക്കും? ഇനി കിയാമന്നാൾ വരെ ഈ അന്വേഷണം നീളുമോ എന്നുള്ള കാര്യം, ലോകാവസാനം വരെ നീളുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പൊ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഒരു നിയമവിരുദ്ധതയും തോന്നിയപടി എന്തുമാകാം എന്ന മട്ടിലുള്ള അരാജകത്വവും പുലർത്തി നീങ്ങുന്ന ആളുകൾ അവർ സ്വാഭാവികമായിട്ടും ഒരുപാട് തരത്തിലുള്ള അഹിതകരമായ അവിഹിതമായ ബന്ധങ്ങളിലും ബാന്ധവങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും. അതാണ് ഇവിടെ വിജിലൻസിന്റെ മുമ്പാകെ അന്വേഷണത്തിന് വന്നത്. സെന്റിന് 70 ലക്ഷം വിലയുള്ള ഭൂമിയൊക്കെയാണ് ഇദ്ദേഹം കവടിയാറിൽ വാങ്ങി വലിയ രമ്യഹർമ്മ്യം കെട്ടിപ്പടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്ളാറ്റ് വാങ്ങി മറിച്ച് വിറ്റതിലുള്ള ആ ഡിഫറൻസ് എമൗണ്ട് എന്താണ്, ലാഭം എന്താണ് എന്നൊക്കെയുള്ള
കാര്യങ്ങൾ വളരെ വിശദമായി സമർത്ഥിച്ചുകൊണ്ടുള്ള രേഖകൾ സഹിതം വിജിലൻസിന് പരാതി നൽകിയിട്ട് വിജിലൻസ് ഇദ്ദേഹം പരിശുദ്ധനാണ്, സ്ഫടിക സമാനം ആളാണ് എന്നൊക്കെയുള്ള മട്ടിലുള്ള മറുപടി നൽകുമ്പോൾ തീർച്ചയായിട്ടും അത് വിജിലൻസിനെ സംബന്ധിച്ച് അത് വലിയ ഗൗരവതരമായ ഒരു അന്യായമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. CPM അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും തോന്നിയിട്ടുണ്ട്. പിണറായി വിജയനും അദ്ദേഹത്തിന് സ്തുതി പാടുന്ന ഏതാനും ചില അനുചരന്മാർക്കും ഒഴികെ മുഴുവൻ മലയാളിക്കും തോന്നിയ കാര്യമാണ് ഇവിടെ വിജിലൻസ് കോടതി ഇത്തരത്തിലുള്ള ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചത്. ഈ പറഞ്ഞ ഇത് ലോകത്ത് കേട്ടുകേൾവിയുണ്ടോ? ഇവിടെ ഇപ്പം അജിംസിനെതിരെ ഒരു ആരോപണം വന്നാൽ അജിംസിന്റെ സബോർഡിനേറ്റായ ആളുകൾ അന്വേഷിച്ച് അജിംസ് ശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെയൊക്കെ നീതി? ഇതൊക്കെ ഈ പ്രബുദ്ധ കേരളത്തിലാണ് നടക്കുന്നത്. അതൊക്കെ ചുരുട്ടി മടക്കി വലിച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് എറിയുകയാണ് വിജിലൻസിന്റെ ജഡ്ജി ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് വളരെ ശുഭോദർക്കമായ ഒരു വിധിയാണ്. എന്തെങ്കിലുമൊക്കെ അന്തസ് എവിടെയെങ്കിലും പിന്നെ വളപ്പിലെങ്കിലും ഉണ്ടെങ്കിൽ പിണറായി വിജയനൊക്കെ രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. ഈ കേരളം എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം മകളുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ 18 വയസ്സ് പൂർത്തിയായില്ല എന്നുള്ളതിന്റെ പേരിൽ മന്ത്രി രാജിവെച്ചിറങ്ങിയ ഒരു സംസ്ഥാനമാണ്. ഹോം ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത മറുപടി നിയമസഭയിൽ വായിച്ചത് ശരിയായില്ല എന്ന് ഹൈക്കോടതിയിലൊരു ജഡ്ജിക്ക് ഉൾവിളി തോന്നി പരാമർശം നടത്തിയപ്പോൾ ഒരു മുഖ്യമന്ത്രി 110-ലധികം സീറ്റ് മേടിച്ച് അധികാരത്തിലേറി 1 മാസം കഴിഞ്ഞപ്പോൾ രാജിവെച്ചിറങ്ങിപ്പോയ സംസ്ഥാനമാണ്. അത്തരത്തിലൊക്കെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഒരു സംസ്ഥാനമാണിത്. നിരന്തരമായിട്ട് കോടതിയിൽ നിന്ന് ആട്ടും തുപ്പും പുലഭ്യവും കിട്ടി അവസാനം ഇതാ ഇഷ്ടക്കാരനായ തന്റെ ഉദ്യോഗസ്ഥന് നേരെ ഇത്തരത്തിൽ വിജിലൻസ് എന്ന മുഖ്യമന്ത്രി ചുമതല വഹിക്കുന്ന വകുപ്പ് നടത്തിയ പ്രകടമായ അന്യായത്തിനെതിരെ കോടതി ഇത്തരത്തിലുള്ള വളരെ രൂക്ഷമായ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ്. ഇത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒന്നാണ്, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയ ധാർമ്മികത എന്ന ഒന്നിന് വല്ല പ്രസക്തിയും പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഇതപര്യന്തമുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അടിയന്തരമായിട്ട് സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് വരാനുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്. CPM എന്ന പാർട്ടിക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നറിയാൻ എനിക്ക് കൗതുകമില്ല. കാരണം CPM-ന്റെ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഭാരവാഹികളും ഒക്കെ പിണറായി വിജയന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നവരാണ്. ബുദ്ധിയും യുക്തിയും മുഖ്യമന്ത്രിക്ക് ചുറ്റും പണയപ്പെടുത്താത്ത ഒരാളെയും വാഴിക്കാത്ത പാർട്ടിയിൽ നിന്ന് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊക്കെ കണ്ടറിയുന്ന തിരിച്ചറിയുന്ന ജനം ഈ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ട് ഞാൻ കാണുന്ന കാര്യം. തീർച്ചയായിട്ടും ജനകീയ കോടതിയിൽ ഇവരെ ചുരുട്ടി മടക്കി എറിയുന്ന കടുത്ത നിലപാടുകൾ അടുത്ത നാളുകളിലും ആഴ്ചകളിലും തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജിംസെ, ശരി. പി നാഗരാജ്, ഈ കോടതിയുടെ ഉത്തരവ് വായിക്കുമ്പോൾ വിചിത്രവും അത്ഭുതകരവും എന്തോന്നൊരു കാര്യം, സാധാരണ രീതിയിൽ പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വിജിലൻസിനോട് അത് വീണ്ടും അന്വേഷിക്കാനോ FIR ഇടാനോ പറയുകയാണ് ചെയ്യുക. ഇത് കോടതി പറയുകയാണ് ഇനി നമ്മൾ തന്നെ അന്വേഷിച്ചോളാം, നിങ്ങൾ അന്വേഷിക്കേണ്ട. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നിങ്ങൾ അന്വേഷിച്ചിടത്തോളം മതി, നിങ്ങളിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടത്തിയ ഈ കവറപ്പ്, അതായത് പ്രഥമ ദൃഷ്ട്യാ കുറ്റം ഉണ്ട് എന്ന് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടപ്പെട്ട ഒരു കേസിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല കുറ്റാരോപിതൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് കവറപ്പ് ചെയ്യുന്ന ഒരു ഏജൻസി ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് കോടതി തോന്നുന്നു. ഇതിൻ്റെ രാഷ്ട്രീയ അർത്ഥം എന്താണ് ശ്രീ നാഗരാജ്? അതായത് ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ വിജിലൻസ് കോടതി ജഡ്ജി മനോജ് സാറിൻ്റെ 114 പേജ് അടങ്ങുന്ന ഉത്തരവിൽ ഉടനീളം അതിലെല്ലാം ഈ സംസ്ഥാന വിജിലൻസിനെയും വിജിലൻസ് പോലീസിൻ്റെ ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രിയെയും അതിൽ 76-ാമത്തെ പേജിലും ഈ റിപ്പോർട്ടിലെ 76-ാമത്തെ പേജിലും 77-ാമത്തെ പേജിലും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഒരു സൂപ്പർ ശക്തിയുണ്ട്. സൂപ്പർ കറക്റ്റ് ആ വാക്ക് ജഡ്ജി അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു സൂപ്പർ പവറായിട്ടുള്ളൊരു കേന്ദ്രമുണ്ട്, ഒരു അതോറിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കൂടി ഇത് അറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു കേസ് അന്വേഷിക്കേണ്ട രീതി അറിയില്ലേ എന്നാണ്. അത് വിജിലൻസ് മാനുവൽ പ്രകാരമാണ് വിജിലൻസ് കേസുകൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഇതിൽ ഈ ഡിസ്പ്രോപ്പോർഷനേറ്റ് അസറ്റ്സ് കേസിൽ, അതായത് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കറപ്ഷൻ കേസസൊക്കെ ഒരു പ്രിലിമിനറി എൻക്വയറി എത്രയും പെട്ടെന്ന് നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രിലിമിനറി എൻക്വയറി നടത്താതെ വെറും ഒരു ഇൻസ്പെക്ഷൻ, വെറും ഒരു പരിശോധന മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതായത് ഒരു വെരിഫിക്കേഷൻ പോലെയാണ് നടത്തി റഫർ റിപ്പോർട്ട് കൊടുത്തത്. അതായത് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തത്. അത് 26/11/2024 അന്നാണ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്. 26/11/2024 സെപ്റ്റംബറിൽ ഞാൻ ഈ കോടതിയിൽ
ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്താണ്. അപ്പോൾ ആ പ്രൈവറ്റ് കംപ്ലയിൻറ്റിനോടൊപ്പം ഡോക്യുമെൻറ്റ്സ്, സെയിൽ ഡീഡുകൾ, ഇദ്ദേഹം വാങ്ങിച്ച വസ്തുവിൻ്റെ വിലയാധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി, വിറ്റ ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പീസ്, പിന്നെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇത് പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ട്, ഇതിൽ തെളിവുകളുണ്ടെന്ന് മനസ്സിലാക്കിയ കോടതിയാണ് വിജിലൻസിനോട്, അത് ഞാൻ ആദ്യം വിജിലൻസ് ഡയറക്ടർക്കാണ് പരാതി കൊടുത്തത്, അതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ കോടതി വിജിലൻസ് ഡയറക്ടറോട് റിപ്പോർട്ട് ചോദിച്ചു. അപ്പോഴത്തെ സർക്കാർ അഭിഭാഷക പറഞ്ഞത് ഇത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങളിത് അന്വേഷിക്കുന്നുണ്ട്, കോടതി ഇതിൽ ഇടപെടുന്നുണ്ട്. അതായത് ഈ ഹർജി തള്ളണം, നാഗരാജിൻ്റെ ഹർജി തള്ളണമെന്ന് പറഞ്ഞാണ് അവർ തുടക്കം തൊട്ടേ സർക്കാർ വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു അത് പറ്റില്ല, അത് പ്രഥമദൃഷ്ട്യാ കഴമ്പുള്ളതും ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൈമാ ഫേസി മെറ്റീരിയൽസ് ഉള്ള, അതായത് ആരോപണങ്ങൾ, പരാതിയിലെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന മതിയായ തെളിവുകൾ ഹാജരാക്കിയിട്ടുള്ള ഒരു പരാതിയാണ്, അതങ്ങനെ തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ അന്വേഷണം എത്ര സമയം വേണം പൂർത്തിയാക്കാൻ? അപ്പോൾ ഇവർ ആദ്യം 1.5 മാസം സമയം ചോദിക്കുന്നു, പിന്നെ 2 മാസം ചോദിക്കുന്നു, പിന്നെ 45 ദിവസം ചോദിക്കുന്നു, ഇങ്ങനെ നീട്ടിക്കൊണ്ടേ പോവുകയാണ്. അപ്പം അതായത് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് DGP പദവി കൊടുക്കണം, അതിനാണ് മുഖ്യമന്ത്രി പിണറായിയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരെല്ലാം കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി ചെയ്തത്. അപ്പോൾ ഈ നവംബറിൽ കേസ് വെച്ചു, അപ്പോഴും ഇവർ പറയുന്നില്ല. അതായത് മുഖ്യമന്ത്രിക്ക് നവംബറിൽ തന്നെ ഇവർ റിപ്പോർട്ട് കൊടുത്തു. അതായത് ഈ പരാതിയിൽ, അതായത് ഇദ്ദേഹം MR അജിത് കുമാർ നിരപരാധിയാണ്, അദ്ദേഹം യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, അദ്ദേഹം യാതൊരു അവിഹിതമായിട്ട് യാതൊരു സമ്പാദ്യവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. അതിന് മുഖ്യമന്ത്രി, അതായത് ഈ SP, അതായത് വിജിലൻസ് DYSP ആണ് അന്വേഷിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ലോവർ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്വേഷിച്ചത്, DYSP ഷിജു പാപ്പച്ചൻ. അദ്ദേഹം അന്വേഷിച്ചിട്ട് അതാണ് വെരിഫിക്കേഷനായിട്ട് നടത്തിയത്, അന്വേഷിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഒരു റിപ്പോർട്ട് എടുത്ത് DYSP ജോൺ കുട്ടി, അദ്ദേഹമാണ് ഇതിൻ്റെ സൂപ്പർവൈസിങ് ഓഫീസർ, SIU 1 പൂജപ്പുര, തിരുവനന്തപുരം പൂജപ്പുരയാണ് ഇതിൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്ത്, ഈ ജോൺ കുട്ടി ഇതിൽ യാതൊരു പരാമർശവും നടത്തി. സാധാരണ ഈ കേസ് ഡയറി ഫയലൊക്കെ വാങ്ങിച്ച് അദ്ദേഹം പരിശോധിച്ചിട്ട് ഈ കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി കേസ് ഡയറി ഫയലിൽ അത് നോട്ട് ചെയ്യണം, വിജിലൻസ് എൻക്വയറി ഫയലിൽ അത് നോട്ട് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിജിലൻസ് മാനുവൽ പ്രകാരം നിങ്ങളിത് അന്വേഷിക്കണം. അതൊന്നും പറയാതെ ഇവരെല്ലാം കൂടി ചേർന്നുള്ള ഒരു ഒത്തുകളിയിലൂടെ ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പ് ഇതെല്ലാം കൈയാളുന്നത് മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം ചെയ്ത് ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് കൊടുത്ത് ഈ ജോൺ കുട്ടി ഇദ്ദേഹത്തിന് ഈ ഷിജു പാപ്പച്ചൻ്റെ റിപ്പോർട്ടിനെ ശരിവെച്ചുകൊണ്ട് യാതൊരു അതിൽ കമൻറ്റും എഴുതിയിട്ടില്ല. ഇതെല്ലാം കോടതി വിളിച്ചു വെച്ച് പരിശോധിച്ചു, ഇതെല്ലാം കോടതി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഡയറക്ടർക്ക് കൊടുക്കുന്നു, ഡയറക്ടർക്ക് ഇതിന് നേരെ എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് രഹസ്യമായിട്ട് ഇവരതിനെ പൂഴ്ത്തി വെച്ച് അവിടെ ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് ഇദ്ദേഹത്തിന് അതായത് വിജിലൻസ് ക്ലിയറൻസ് വേണം. DGP പദവി ലഭിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് വിജിലൻസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. സാധാരണ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് പോലെ PSC ജോലിക്കൊക്കെ പോലീസ് ക്ലിയറൻസ് PCC നമ്മൾ പറയുന്ന പോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലെ ഇവർക്ക് ഇങ്ങനത്തെ പദവിയുള്ള IAS IPSകാർക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതിനുവേണ്ടിയാണ് ഇതെല്ലാം ഒത്തു കളിച്ച് ഇതെല്ലാം ചെയ്ത് മുഖ്യമന്ത്രി ഓഫീസിൽ ഇതെല്ലാം തയ്യാറാക്കി വെച്ചു. എന്നിട്ടിത് മൂടി വെച്ചു അവിടെ, അതായത് ഇവിടെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇത് വെളിച്ചം കാണാതെ അവിടെ കിടക്കുകയാണ്. പക്ഷേ ഇവിടെ 26/11 അതിനുശേഷം ഡിസംബർ 10 ഇവിടെ കേസ് വിളിച്ചു വിജിലൻസ് കോടതിയിൽ. അപ്പോഴും സർക്കാർ റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഇതേ ഷിജു പാപ്പച്ചൻ, ആ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇതേ ഷിജു പാപ്പച്ചൻ സർക്കാരിൽ കൊടുത്ത റിപ്പോർട്ടിനെ മറച്ചു വെച്ചിട്ട് കോടതി പറയുകയാണ് ഞങ്ങൾക്ക് ഇനിയും സാക്ഷികളെ കണ്ട് ചോദിക്കാനുണ്ട്, അതുകൊണ്ട് ഇനിയും ഒരു 45 ദിവസം വേണമെന്ന്. അതായത് അവരുദ്ദേശിച്ചത് കോടതിയിൽ ഈ കേസ് എത്താതെ കോടതിയിൽ ഇങ്ങനെ സമയം ചോദിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളിത് അന്വേഷിച്ചു, അതായത് ഇദ്ദേഹത്തിന് അവിടെ DGP പദവി കിട്ടണം, അതിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ ഇല്ലാതായത്. അപ്പം ഡിസംബറിൽ സമയം ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് കേസ് 24/1 വെച്ചു, 24/1/2025 വെച്ചു, അപ്പോഴും സമയം ചോദിച്ചു. അത് കഴിഞ്ഞ് 25/2 വെച്ചു, ഫെബ്രുവരി 25. അപ്പോൾ ഇതെല്ലാം കോടതിയെ കബളിപ്പിക്കലാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. 25/2 അവർ പറയുകയാണ് ഞങ്ങൾ അന്വേഷണം പൂർത്തിയാക്കി. അപ്പോൾ ജഡ്ജി ചോദിച്ചു റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചു കോടതി. അപ്പോൾ പറഞ്ഞു അത് റിപ്പോർട്ട് ഞങ്ങൾ സർക്കാരിൽ കൊടുത്തു. അപ്പോൾ കോടതി ചോദിച്ചു ഇവിടെ പരിഗണിച്ചിരിക്കുന്ന കേസിൽ നിങ്ങൾ എന്തിനാണ് സർക്കാർ റിപ്പോർട്ട് കൊടുത്തതെന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ ആ റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞു. അപ്പോഴൊരു ഫോട്ടോ കോപ്പി കൊണ്ടുവന്ന് ഹാജരാക്കി ഈ ഷിജു പാപ്പച്ചൻ. ആ ഫോട്ടോ കോപ്പിയിൽ അറ്റസ്റ്റേറ്റ് ഇല്ല. അപ്പോൾ അതിൽ പല കൃത്രിമങ്ങൾ ഇവർ നടത്താൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാനത് കോടതിയിൽ പെറ്റീഷൻ ഇട്ട് കേസ് ഡയറി ഫയലും പിന്നെ ഇവർ സർക്കാരിൽ കൊടുത്ത ഒറിജിനൽ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ടും കോടതി വിളിച്ചു വരുത്തി പരിശോധിക്കണം എന്നുള്ള പെറ്റീഷൻ ഇട്ടു. അതിനെയും സർക്കാർ എതിർത്തു. അത് വേണ്ട, അങ്ങനെ വേണ്ട, ഇത് ഹർജി തള്ളണം, ഞങ്ങൾ നോക്കിയിട്ട് കഴമ്പൊന്നും ഇല്ലാത്ത കേസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം കോൾ ഫോർ ഇതെല്ലാം കോൾ ഫോർ വിളിച്ചു വരുത്തി പരിശോധിച്ചു. ആ പരിശോധനയിലാണ് ഇവർക്ക് ഈ വിജിലൻസ് ഈ മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട ഫയലെല്ലാം ഇവർ അറിയാതെ അങ്ങ് ഫയൽ ചെയ്തു, കോടതിയിലെത്തി. അത് നല്ലൊരു ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് പോലെ അത് വന്നതാണ്. സാധാരണ വിജിലൻസ് പ്രോസിക്യൂട്ടർമാരൊക്കെ ഇതൊക്കെ എല്ലാം നോക്കിയിട്ട് ഹാജരാക്കാറുള്ളൂ. ഇത് എന്താ ദൈവത്തിൻ്റെ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ജഡ്ജിയുടെ മുന്നിലെത്തി. അതാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട കാര്യങ്ങളും ഇതെല്ലാം നിയമലംഘനം മുഖ്യമന്ത്രി നടത്തിയതായും അധികാര ദുർവിനിയോഗം നടത്തിയായിട്ടൊക്കെ കോടതി കണ്ടെത്താൻ സാധിച്ചത്. അത് വിളിച്ചു വരുത്തിയത്
വിളിച്ചു വരുത്തിയതും സർക്കാരിൻ്റെ നിന്നുള്ള ഫയൽ കോടതിയിലെത്തിയത് ആ കോടതി ജഡ്ജി പ്രത്യേകം പറഞ്ഞു. ഇവർ 2 ലെറ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ലെറ്റർ നമ്പർ ഇത്ര അഡ്രസ് ഫ്രം ദി DGP ടു ദി ചീഫ് സെക്രട്ടറി വിജിലൻസ്. അപ്പോൾ അതെല്ലാം ആ ലെറ്ററെല്ലാം ജഡ്ജി ആ ലെറ്റർ നമ്പർ തീയതി എല്ലാം ജഡ്ജി അതിനെ കോൾ ഫോർ ചെയ്തു കേസ് ഡയറി ഫയലിനോടൊപ്പം. അതെല്ലാം കോടതിയിലെത്തി. അങ്ങനെ ഇതെല്ലാം വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോഴാണ് ഈ ജോൺ കുട്ടി ചെയ്ത ഈ ഷിജു പാപ്പച്ചൻ ശരിയായ രീതി അന്വേഷിച്ചില്ലെന്ന് മനസ്സിലായത്. അത് വിജിലൻസ് മാൻ പ്രകാരം അന്വേഷിക്കാതെ വെറുതെ ഒരു വെരിഫിക്കേഷൻ. പിന്നെ അതിനെ തന്നെ കോടതി നിശിതമായി വിമർശിച്ചുകൊണ്ട് ചോദിച്ചു, സർക്കാർ അഭിഭാഷകയോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അധികാരത്തിലാണ് വെറും ഒരു വെരിഫിക്കേഷൻ മാത്രം നടത്തിയത്? ഇതൊരു പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ട കേസല്ലേ, എന്തുകൊണ്ടാണ് ചേട്ടൻ? അവർക്ക് ഉത്തരവില്ല. അങ്ങനെ അതിന് ജോൺ കുട്ടിയുടെ റിപ്പോർട്ട്, അതായത് ഫോർവേഡിങ് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയും. നമ്മളെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷിജു പാപ്പച്ചൻ്റെ അന്വേഷണ റിപ്പോർട്ട് അയാൾ കൊടുക്കുമ്പോൾ അതിൽ ഈ ജോൺ കുട്ടി ഒരു അഭിപ്രായം എഴുതണം. അതായത് ഈ SP ഇതിന് ശരി, അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് ശരി വെച്ചുകൊണ്ട് ഷിജു പാപ്പച്ചൻ്റെ അന്വേഷണം കറക്റ്റാണെന്ന് ശരി, ഇതെല്ലാം കോടതി കണ്ടെത്തി. അപ്പോൾ ഇതെല്ലാം ഈ അജിത് കുമാറിനെ സഹായിക്കുന്ന രീതിയിലാണെന്ന് കോടതി മനസ്സിലാക്കി. എന്നിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ അതാണ് കോടതി ആ ഉത്തരവിൽ എഴുതിക്കുന്നത്. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തൊരു സൂപ്പർ പവർ പ്രവർത്തിക്കുകയാണ്, സൂപ്പർ അധികാര കേന്ദ്രം അവിടെ ഉണ്ട്. പിന്നെ 77ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഒരു അദൃശ്യ ശക്തി, ഒരു ഇൻവിസിബിൾ പെനട്രേറ്റിംഗ് ഫോഴ്സ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഏതോ അദൃശ്യ ശക്തി ചെയ്ത് ഇത് ശരിയായ രീതി അന്വേഷിക്കാതെ ക്ലീൻ ചിറ്റ് ഇദ്ദേഹത്തിന് നൽകുകയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് കോടതി ഇപ്പോൾ നേരിട്ട് അന്വേഷിക്കാമെന്ന് ഉത്തരവിട്ടത്. പിന്നെ അതുമാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ വിജിലൻസ് ഡയറക്ടറാണ്, അദ്ദേഹമാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം ചെയ്യാതെ ഇത് പയ്യെ മുഖ്യമന്ത്രിക്ക് വിട്ടിട്ട്, അതായത് ഇനി ഇത് കോടതിയിലെത്തരുത്, ഇനി ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥരും, അതായത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, ചീഫ് മിനിസ്റ്റർ. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹം ആർക്കും കൊടുത്തില്ല. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസും ഇത് രണ്ടും പിണറായി വിജയൻ്റെ കയ്യിലാണ്, കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും. അപ്പോൾ അതൊന്നും പുറത്ത് വിടാത്ത അദ്ദേഹത്തിൻ്റെ മകളുടെയും നേർക്ക് വിരൽ ചൂണ്ടുന്ന അഴിമതി ആരോപണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ അധികാരത്തിലിരുന്നാൽ മാത്രമേ അത് പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ. അപ്പോൾ അതിന് സഹായിച്ചതെല്ലാം ഈ അജിത് കുമാറാണ്. അദ്ദേഹത്തിൻ്റെയും മകളുടെയും പല കാര്യങ്ങളും അതെല്ലാം ചെയ്തു കൊടുത്തതെല്ലാം ഒത്തുതീർപ്പാക്കിയതെല്ലാം കോടതി വരാതെ പല കേസുകളും, അതുപോലെ സോളാർ തട്ടിപ്പ് കേസ്, അതിൽ സാക്ഷികളെ മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ അതിൽ കൂടെയൊക്കെയാണ് ഇവർക്ക് വന്നത്. പിന്നെ സ്വർണ്ണക്കടത്ത് കേസുകൾ, അപ്പോൾ ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല. അതിൽ നിന്നുണ്ടായ അവിഹിത സ്വത്തുകളാണ് ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. അങ്ങനെ പല രീതിയിൽ. പിന്നെ പ്രതികളെ പ്രോസിക്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇതെല്ലാം മുഖ്യമന്ത്രി ഓഫീസ് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മുമ്പ് ഒരു മറ്റേ മോൺസൺ മാവുങ്കൽ കേസിൽ ഒരു SP സസ്പെൻഡ് ചെയ്തു, സുരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഇതേ സസ്പെൻഡ് അദ്ദേഹം ഹൈക്കോടതിയിൽ പറഞ്ഞ അഫിഡവിറ്റിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ അഫിഡവിറ്റ് അദ്ദേഹം കൊടുത്തത് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് പല കേസുകളും ഇവിടെ ഒത്തുതീർപ്പാക്കുന്നത്. കോടതിയിൽ കിടക്കുന്നവരെ പെൻഡിങ് കേസുകൾ വരെ ഇവിടെ, അതിലാണ് ഈ P ശശിയുടെ പങ്കൊക്കെ അവിടെ വെളിവാകുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹം ഇത് കൊടുത്തപ്പോഴത്തേക്ക് അത് ഭയങ്കര മാധ്യമങ്ങളൊക്കെ വാർത്തയായപ്പോൾ സർക്കാരിന് നാണക്കേടായി. പിന്നെ സർക്കാർ ഇദ്ദേഹത്തെ പ്രഷറൈസ് ചെയ്ത് പിൻവലിപ്പിച്ചു. ആ അഫിഡവിറ്റ് പിൻവലിക്കുന്നതായിട്ട് ഇദ്ദേഹം പ്രത്യേകം ഈ സുരേന്ദ്രൻ അഫിഡവിറ്റ് കൊടുത്തു ഹൈക്കോടതിയിൽ. അത് ഹൈക്കോടതി ചൊടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു അഫിഡവിറ്റ് നിങ്ങൾ കൊടുത്തിട്ട് എങ്ങനെ പിൻവലിക്കുക? അത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെ പുറത്ത് പഴിചാരി. അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഇത് എഴുതിയത്, എൻ്റെ അഡ്വക്കറ്റാണ് ഇത്, ഞാൻ അറിയാതെ ഇത് എഴുതിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു 25,000-50,000 രൂപ പിഴയിട്ട് ആ ഹർജി തള്ളി, അഫിഡവിറ്റ് തള്ളി. ഈ സുരേന്ദ്രൻ ഈ SP-ക്ക് 50,000 ഫൈനും ചുമത്തി കോടതി. കാരണം കോടതിയിൽ ഒരു സത്യാഗ്രഹം കൊടുത്തിട്ട് പിന്നെ അത് ഞാനല്ല കൊടുത്തത്, ഇദ്ദേഹം അടിയിൽ ഒപ്പിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ് അറ്റസ്റ്റ് ചെയ്ത് അഫിഡവിറ്റ് ഒപ്പിട്ട് അതിൻ്റെ താഴെ അഡ്വക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത്, സോളംലി അഫിഡവിറ്റ് ബിഫോർ മീ ബൈ ദിസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് ഡേ എന്ന് പറഞ്ഞിട്ട് ആ അഡ്വക്കറ്റ് ഒപ്പിടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്പിൻ്റെ താഴെയാണ് ആ അഡ്വക്കറ്റ് ഒപ്പിട്ടത്. അപ്പോൾ ഇദ്ദേഹം വായിച്ച് നോക്കി ഒപ്പിട്ട് അതിൻ്റെ അടിയിലാണ് അഡ്വക്കറ്റ് അതിനെ സോളംനൈസ് ചെയ്ത് അദ്ദേഹം ഒപ്പിടുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്ത് അഡ്വക്കറ്റിൻ്റെ പുറത്ത് പഴിചാരി. കാരണം ഇതെല്ലാം മാധ്യമ വാർത്തയായപ്പം അദ്ദേഹത്തിന് പിടിച്ചപ്പോൾ സർക്കാർ ഇദ്ദേഹത്തെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്തു. അങ്ങനെ ആ പിൻവലിച്ചതിനാണ് സർക്കാർ എന്ത് ചെയ്തത്? ഈ സുരേന്ദ്രൻ SP-ക്ക് 50,000 രൂപ ഫൈൻ ചുമത്തിയത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് അതായത് നീതിന്യായ വ്യവസ്ഥയൊന്നും ഇദ്ദേഹത്തിന് ഭയമില്ല, പിണറായി വിജയന് ഭയമില്ല. അതുകൊണ്ടാണ് ഈ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്നത്, അതായത് അധികാരം വിട്ടുകൊടുക്കാത്തത്. അതുപോലെ പലരെയും ഇത്ര വയസ്സിന് ശേഷം LDF-ൽ മറ്റൊരു കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അജിത് കുമാർ വിജിലൻസിന് കൊടുത്തൊരു മൊഴിയുണ്ട്. ആ മൊഴിപ്പകർപ്പ് പുറത്തു വന്നിരുന്നു. ആ മൊഴിപ്പകർപ്പിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ PV അൻവർ MLA എന്തിനാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ദേശവിരുദ്ധ ശക്തികൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്, ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ആളുകൾ ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു കോക്കസ് അൻവറിനോടൊപ്പമുണ്ട്. അത് അൻവറിൻ്റെ അവിഹിതമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ മടിച്ചതിന് പ്രതികാരമായാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹർജിയുമായി വിജിലൻസിൽ പോയ നാഗരാജും ഈ ദേശദ്രോഹികളിൽപ്പെട്ടവരാണ് എന്നാണ് അജിത് കുമാറിൻ്റെ മൊഴി. അത് അദ്ദേഹം ഒരു ഡിഫൻസായിട്ട് എടുക്കുന്നതാണ്. അതായത് ഈ അജിത് കുമാർ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി അഴിമതി ആരോപണം വരികയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു കാരണം പറയണ്ട, എൻ്റെ എന്തെങ്കിലും ഒരു പേഴ്സണൽ അനിമോസിറ്റി, എന്നോടുള്ള വ്യക്തിവിരോധം കൊണ്ടാണ് എന്ന് പറഞ്ഞ് സാധാരണ പറയുന്നില്ല, ഏത് പ്രതിയും പറയുന്ന പോലെ ഒരു പറഞ്ഞതാണ്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ അതിന് തെളിവ് വേണ്ടേ? അങ്ങനെ കേസെടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ അൻവറിനെതിരെ കേസെടുക്കാത്ത എന്താണ്? അല്ല, കോടതി ആ കാര്യം കൂടിയാണ് നാഗരാജ് പരിശോധിച്ചത്. താങ്കൾക്ക് ഇങ്ങനെ ഒരു ഹർജി നൽകാനുള്ള ലോക്കൽ സ്റ്റാൻഡി ഉണ്ടോ എന്നാണ് കോടതി ആദ്യം പരിശോധിച്ചത്. അത് ഈ മൊഴി ഉള്ളതുകൊണ്ടായിരിക്കുമോ? അതെ അതെ. അല്ലല്ലല്ല, അത് ഏതൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കോടതി വന്നാലും ഒരു സ്വകാര്യ അന്യായമായിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ പരാതിക്കാരന് നേരിട്ട് അറിവ് വേണമെന്നില്ല. അത് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വഴിയിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഏതൊരാൾക്കും ചെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയാം, ഇന്നൊരാൾ അവിടെ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നു. ആ സംഭവം അയാൾ കാണണമെന്നില്ല. അതായത് ആ ഒഫൻസ് കുറ്റകൃത്യം അയാൾ കാണണമെന്നില്ല. അതിന് ശേഷമാണ് മറ്റേ ആളെ കാണുന്നത്, കുത്തേറ്റ് വഴിയരികെ കിടക്കുന്നത്. അതിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് FIR എടുക്കുന്നു, പിന്നെ അന്വേഷണം പോലീസ്. അതുപോലെ ഇതിപ്പോൾ അതായത് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്, അത് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി ജഡ്ജി അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് അത് ഇത് നേരത്തെ ഓർഡറുണ്ട്, സിറാജുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ആ കേസിൻ്റെ ഓർഡറുണ്ട്. പിന്നെ അതിനുശേഷം മൻമോഹൻ സിംഗ്, സുബ്രഹ്മണ്യ സ്വാമി വേഴ്സസ് മൻമോഹൻ സിംഗ്, അതിലൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാം. പക്ഷേ അതിൽ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. അതായത് ശ്രീ നാഗരാജ്, എന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഇപ്പോൾ വിജിലൻസിന് ഈ കേസ് അന്വേഷിക്കേണ്ട, കോടതി നേരിട്ട് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയാർത്ഥം എന്താണ്? വിജിലൻസ് അന്വേഷിച്ചത് മതിയായി, നിങ്ങൾ എങ്ങനെയാണ് ഇത് അന്വേഷിക്കുന്നത് എന്ന് പറയുന്നത് വിജിലൻസിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് കൂടി നീളുന്ന ഒരു വിമർശനമല്ലേ അത്? അതെ 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 അത് ഈ റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കോടതി അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഉണ്ടെന്നാണ്, അപ്രൂവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് വിജിലൻസ് പോലീസ്. അവരന്വേഷിച്ചാൽ ഇനി അത് ശരിയാവുമോ? അതുകൊണ്ടാണ്. അതുപോലെ അജിത് കുമാറിൻ്റെ മൊഴി അതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് എന്നോടത് ചർച്ച ചെയ്യാൻ പറഞ്ഞു, ആ പരാതിയിലെ ആ സംശയം ദൂരീകരിക്കും. അപ്പോൾ ഇതെല്ലാം ആ മൊഴി ഒരുക്കുന്ന എന്താണ്? അപ്പോൾ അജിത് കുമാറിൻ്റെ മൊഴി സൂചിപ്പിക്കുന്നത് എന്താണ്? അത് എൻ്റെ പിന്നിൽ മുഖ്യമന്ത്രി ഉണ്ട്, അവിടെ ഇനി നീയല്ല. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭയപ്പെടുന്ന രീതിയിലുള്ള നമ്മളോടൊപ്പം ശ്രീ പി വി അൻവർ, ഈ കോടതി ഉത്തരവിനോടൊപ്പം പുറത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം MR അജിത് കുമാറിന്റെ മൊഴിയാണ്. ആ മൊഴിയിൽ ഒരു മുജീബ് MR അജിത് കുമാറിനോടൊപ്പം ഒരു നജീബിനെ കാണാൻ വേണ്ടി വരുമ്പോൾ നജീബിന്റെ വീട്ടിൽ വെച്ച് അങ്ങേ കാണാൻ വേണ്ടി വരുന്ന കാര്യം പറയുന്നുണ്ട്. അതിൽ അജിത് കുമാർ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തെ നിയോഗിച്ചു എന്നാണ്. അതായത് ആ പറയുന്ന സമയം ഏതാണ്? PV അൻവർ പരാതി എഴുതി നൽകിയതിന് ശേഷമാണോ ഈ കൂടിക്കാഴ്ച നടന്നത്? ഇല്ലല്ല, അത് അതിൻ്റെയൊക്കെ 2 മാസം മുമ്പാണ്. അതായത് ഞാൻ ഈ മെയിൻ സ്റ്റേറ്റ്മെന്റ് പരാതി SIT രൂപീകരിക്കുന്ന ആ പരാതിയുടെ മുമ്പ് സംശയം ദൂരീകരിക്കാൻ എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ പറയുന്ന ഹേറ്റ് യൂട്യൂബർ സാജൻ സക്രിയക്കെതിരെ പോലീസ് എടുക്കുന്ന നടപടികൾ, അതിൽ ഞാൻ അസംതൃപ്തി പറഞ്ഞിരുന്നു, പോലീസ് ആക്ഷൻ പോരാ എന്ന് പറഞ്ഞിരുന്നു. ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ വയർലെസ് മെസ്സേജ് അദ്ദേഹം പ്രക്ഷേപണം ചെയ്ത് 2 വീഡിയോസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അത് മുഖ്യമന്ത്രിക്ക് മറ്റൊരു പരാതിയായി കൊടുത്തു. ആ പരാതി കൊടുക്കുന്ന സമയത്താണ് ഈ വിഷയങ്ങൾ ഞാൻ പറയുന്നത്. മുമ്പത്തെ കേസുകൾ തന്നെ ചെറുതായിട്ട് ഉഴപ്പി പോവുകയാണ്, കാര്യങ്ങൾ ഗൗരവമായി നടക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും CM ആ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുക. അന്ന് CM-നെ കണ്ട ആ ദിവസം മുജീബിനെ പറ്റി അങ്ങെന്തോ ആരോപണം ഉന്നയിച്ചു എന്നാണ് അജിത് കുമാർ പറയുന്നത്. എന്താണ് മുജീബിനെ പറ്റി ഞാൻ ഈ പറയുന്ന SIT-ക്ക് കൊടുത്ത പരാതിയിൽ മുജീബിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നുണ്ട്. SIT-ക്ക് കൊടുത്ത പരാതിയിൽ, അതായത് ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണെന്നും അദ്ദേഹത്തിന്റെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കണമെന്നും അജിത് കുമാറുമായി ബന്ധപ്പെട്ട പല സാമ്പത്തിക ഇടപാടുകളും മുജീബ് വഴിയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അന്വേഷിക്കണമെന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് പിന്നീട് കൊടുത്ത പരാതി, അതായത് മെയിൻ പരാതി, റിദാൻ ബാസിൽ കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത്, മരംമുറി, ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്ത ആ പരാതിയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അല്ല, ഈ മുജീബിന് എന്താണ് ജോലി? അയാൾ എന്താണ് അൻവർ? അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ റൈറ്റ് ഹാൻഡ് ആയി 24 hours ഈസ് വിത്ത് ഹിം. അദ്ദേഹത്തിന്റെ കാറിലാണ് തിരുവനന്തപുരം പോലീസ് കാറിലല്ല നടക്കുക. അദ്ദേഹത്തിന്റെ ഈ മുജീബിന്റെ കാറിലാണ് ഇങ്ങനെ നടക്കാറുള്ളത്. മുജീബാണ് അയാളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അത് ബിനാമി എന്നൊക്കെ പറയാവുന്നയാൾ. അത് 100%. അതുകൊണ്ടാണ് ആ പേര് ഉന്നയിച്ചത്. അതേക്കുറിച്ചാണ് അജിത് കുമാർ പറയുന്നത്. 40 വർഷമായുള്ള സുഹൃത്താണെന്ന് പറയുന്നത്. എന്നെ സ്റ്റേറ്റ്മെന്റ് എടുത്ത IG-യുടെ മുമ്പിലും ആ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ കൊടുത്താണ്. ഇതും അന്വേഷിക്കണം. അത് ഡയറക്റ്റ് കൊടുത്ത എവിഡൻസ് തന്നെ എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോ ഇൻഡയറക്റ്റ് പറഞ്ഞത് ഇവർ പരിഗണിക്കുമോ? അൻവർ, ഇപ്പോൾ ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോടതി ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് വിജിലൻസ് കേസിൽ വളരെ അപൂർവമാണ് കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കുക എന്നുള്ളത്. അന്വേഷിക്കുക മീൻസ് നേരിട്ട് മൊഴിയെടുക്കുക, നേരിട്ട് പരിശോധിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോ ഇത് നേർക്ക് നേരെ എന്താണ് പറയുന്നത്? വിജിലൻസ് അന്വേഷിക്കാൻ കൊള്ളില്ല, നിങ്ങൾ ആ പണിക്ക് കൊള്ളില്ല എന്ന് കൂടിയല്ലേ? അതല്ല, ഇപ്പോ ഞാൻ കൊടുത്ത മൊഴികൾ തന്നെ എത്രയുണ്ട്?
രാവിലെ 9 മണിക്ക്, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, രാവിലെ 9 മണിക്കാണെന്ന് DIG സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ വരുന്നത്. രാത്രി 9:30 മണിക്കാണ് പിരിയുന്നത്. ഉച്ചഭക്ഷണം പോലും ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല, ഒരു ബിസ്ക്കറ്റും ചായയാണ് കഴിച്ചത്. അങ്ങനെ 12-13 മണിക്കൂർ എന്റെ അടുത്തുനിന്ന് മൊഴിയെടുത്താണ്, ഈ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്താണ്. അതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഇതെല്ലാം അവരെ കയ്യിലുള്ള തെളിവുകളല്ലേ. പക്ഷെ അതിലേക്കൊന്നും പോയിട്ടില്ലല്ലോ, ഒരു പറഞ്ഞ ഒരു കാര്യത്തിലേക്കും. ഞാൻ അന്ന് IG-യോട് പറഞ്ഞിരുന്നത് ഏകദേശം 153 കേസാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നമ്മുടെ എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്തിയിൽ പോലീസ് FIR ഇട്ടത്. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഇതിന്നൊരു 25 ആളെ റാൻഡമായിട്ട് വിളിക്കുക, അവരോട് അന്വേഷിക്കുക എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നിരുന്നത്, എങ്ങനെയാണ് എയർപോർട്ടിന്റെ പുറത്ത് കടന്നതിന് ശേഷം എവിടുന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എത്ര സ്വർണമാണ് തൂക്കി കണക്കാക്കിയത്, കോടതിയിൽ എത്രയാണ് കൊടുത്തത്, അത് മാത്രം നോക്കിയാൽ മതി എത്ര സ്വർണ്ണം അടിച്ചു മാറ്റിയെന്ന് അറിയാം. ഒരാളെ പോലും വിളിച്ച് അന്വേഷിച്ചായിട്ട് എന്റെ അറിവിലില്ല. ശ്രീ അൻവർ, ഇപ്പോൾ ഇത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഒരു അന്വേഷണമെങ്കിലും കോടതിയെങ്കിലും നടത്തുന്നത്. അപ്പം ബാക്കി അങ്ങ് ഉന്നയിച്ച ആരോപണങ്ങളിലെ 3 തല അന്വേഷണം എവിടെയോ എത്തി, അതിന് FIR ഇല്ല, അതിന് അന്വേഷണ കാലപരിധിയില്ല, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വിഷയങ്ങളിൽ ഇനി കോടതിയിൽ പോകേണ്ടി വരുമോ? കോടതിയിൽ പോകേണ്ടി വരും, യാതൊരു സംശയമില്ല. നമ്മൾ ഇപ്പൊ ഇത് വിജിലൻസ് കോടതിയിൽ അഡ്വക്കേറ്റ് നാഗരാജ് പരാതി കൊടുക്കുന്നത് തന്നെ എന്താ പറയാ, ഇത്തരത്തിലുള്ള ഒരു ഗ്രീവിയൻസ് ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ. മറ്റുള്ളതിനൊന്നും നമുക്ക് കൃത്യമായ തെളിവ് കൊടുക്കാനില്ലല്ലോ. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണ്ട, തെളിവ് കൊടുക്കാനുള്ളത് ഈ ഡോക്യുമെന്റ് മാത്രമായത്, പ്രോപ്പർട്ടി വാങ്ങിയതും ഫ്ലാറ്റ് വാങ്ങിയതും, അതിൽ നടത്തുന്ന കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങി, വിറ്റപ്പോഴും കള്ളപ്പണം സ്വീകരിച്ചു. അതൊരു ക്ലിയർ കട്ട് എവിഡൻസ് ആണ്. അതിൽ ആർക്കും ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ കഴിയില്ല. ആ സ്റ്റേറ്റ്മെന്റ് പോലും എന്താ പറയാ, ഈ ഒരു വിജിലൻസ് മുക്കി എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അതല്ല കോടതി ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ആക്ഷനിലേക്ക് പോകുന്നത്. ഞാൻ തന്നെ ഉത്തരവിൽ അൻവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇത് PMLA ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേസാണ് എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നും പറയുന്നു. അതായത് ED-ക്കൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. അതെ, ED-ക്ക് വരണമെങ്കിൽ ഇവിടെ FIR ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ED-ക്ക് കൊടുക്കാൻ പറ്റും, ED-ക്ക് കൊടുക്കാൻ കഴിയും. അതിന് FIR വേണമല്ലോ. ശരി, നന്ദി ശ്രീ P. അൻവർ, നന്ദി ഇത്രയും സംസാരിച്ചതിന്. ഇപ്പോൾ BN ഹസ്കർ, CPM സഹായത്തിന് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഹസ്കർ, ഇവിടെ കോടതി ഒരു വിജിലൻസ് കേസിൽ ഇനി കേസ് കോടതി അന്വേഷിച്ചോളാം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അതിനർത്ഥം വിജിലൻസ് അന്വേഷിച്ചത് കണ്ടിട്ട്, വിജിലൻസ് ഒരു കവറപ്പ് നടത്തുന്നത് കണ്ടിട്ടാണ് കോടതി അത് പറയുന്നത്. പ്രഥമ ദൃഷ്ടിയാവുള്ളൊരു കേസ് മറച്ചു വെച്ച് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു, ആ ഏജൻസിനെ അന്വേഷിക്കേണ്ടതെന്ന് കോടതിക്ക് തോന്നുകയാണ്. കോടതിക്ക് തന്നെ നേരിട്ട് മൊഴിയെടുത്ത് തെളിവുകൾ പരിശോധിച്ച് ആ കേസിൽ കൺക്ലൂഷൻ എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന വിജിലൻസിന് ഇതിൽ കൂടുതൽ കോടതിയിൽ നിന്ന് എന്തൊരു വിമർശനമാണ് കിട്ടാനുള്ളത്? രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്നാണ് അല്പം മുമ്പ് KP നൗഷാദ് ഇതേക്കുറിച്ച് പറഞ്ഞത്. അജിംസെ ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്. ഒന്ന്, ഒരു സ്വകാര്യ പൊതു താൽപര്യ ഹർജി ആദ്യമായിട്ടല്ല വിജിലൻസ് കോടതിയോ ഏതെങ്കിലും കോടതികൾ പരിഗണിക്കുന്നത്. അത് നടാടെയാണെന്നുള്ളൊരു തോന്നല് വേണ്ട. ഒന്ന്, അത് പലപ്പോഴും സ്വകാര്യ ഹർജികൾ കോടതികൾ പരിഗണിക്കാറുണ്ട്. അത്തരത്തിൽ വിജിലൻസ് കോടതി ആ സ്വകാര്യ ഹർജി പരിഗണിച്ചിരിക്കുന്നു, കക്ഷികൾക്ക് നോട്ടീസേക്ക് തീരുമാനിച്ചിരിക്കുന്നു എന്ന സാങ്കേതികത്വം മാത്രമേ നിലവിലുള്ളൂ. ഒന്ന്. രണ്ട്, നമ്മുടെ നാട്ടിലെ ഫ്ളാറ്റുകളെ ഒരു കേസ് അന്വേഷിച്ച വിജിലൻസ് ഒരു വെരിഫിക്കേഷൻ മാത്രം നടത്തി ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. ആ ക്ലീൻ ചിറ്റ് കൊടുത്ത റിപ്പോർട്ട് പോലും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പൂഴ്ത്തി വയ്ക്കുന്നു, കോടതിയിൽ എത്തിക്കുന്നില്ല. കോടതി വിളിച്ചു വരുത്തി അത് പരിശോധിക്കുന്നു. രേഖകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് കാണുന്നു. എന്നിട്ട് പറയുന്നു ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട, കോടതി തന്നെ അന്വേഷിച്ചോളാം എന്ന് പറയുന്നു. കേട്ടുകേൾവിയുണ്ടോ അസ്കറിന് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം? അല്ല ജിംസി, ഇത് ലളിതകുമാരി കേസിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രിൻസിപ്പിൾസിലാണ് എപ്പോഴും അന്വേഷണത്തെ സംബന്ധിച്ച് നടക്കുന്നത്. ആ പ്രാഥമിക അന്വേഷണം വിജിലൻസ് നടത്തുന്ന ഘട്ടത്തിൽ അതിൽ ക്ലീൻ ചീറ്റ് നൽകിയിട്ടുണ്ട്, അത് സംശയമൊന്നുമില്ല. അത് നമ്മുടെ മുന്നിൽ പൊതുമണ്ഡലത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. കോടതിക്ക് അതിൽ സംശയം തോന്നുന്നു, അത് പോരാ. ഇനി കോടതിയായി ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലല്ലോ കോടതി നടത്താൻ, എൻക്വയറിയാണ് നടത്താൻ പോകുന്നത്. കോടതി ഒരു എൻക്വയറിയാണ് നടത്താൻ പോകുന്നത്. ആ കോടതി എൻക്വയറി നടത്താം എന്നുള്ളതാണ് നിലവിൽ. അപ്പോൾ ഹർജി കക്ഷിയോ തൽപര കക്ഷികളോ
നിശ്ചയമായും അതിന് ഉപോത്ബലകമാകുന്ന തെളിവുകൾ കോടതിയിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിലാണ് ഈ പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ട് എന്ന് കോടതി കണ്ടെത്തിയാൽ നിങ്ങൾ വീണ്ടും എഫ്ഐആർ അന്വേഷിക്കൂ, അല്ലെങ്കിൽ കേസ് എഫ്ഐആർ അന്വേഷിക്കുന്നതിൽ കോടതി പറയാറ് ഇത് നിങ്ങൾ അന്വേഷിക്കേണ്ട, ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കാശിന് കൊള്ളാത്ത ഏജൻസിയാണ് വിജിലൻസ് എന്ന്, പിണറായി വിജയന്റെ വിജിലൻസ് എന്നാണ് ആ കോടതി പറഞ്ഞ പച്ച മലയാളം, രാഷ്ട്രീയ മലയാളം. രണ്ട് രീതി അന്വേഷിക്കായിരുന്നല്ലോ. ഇനി അഥവാ അങ്ങ് പറയുന്നത് കോടതിക്ക് സംസ്ഥാന വിജിലൻസിനെ വിശ്വാസമില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്നു എന്നതാണെങ്കിൽ വിജിലൻസിന്റെ അന്വേഷണത്തെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമുണ്ട്. എല്ലാ കോടതികൾക്കും പോലീസ് അന്വേഷണങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്തരത്തിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്താമല്ലോ. അപ്പോൾ അതുമല്ല നടത്തുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരു കംപ്ലൈന്റ് പൊതു താല്പര്യ ഹർജി, സ്വകാര്യ ഹർജി കോടതി മുമ്പാകെ വരുന്നു. ആ സ്വകാര്യ ഹർജിയിൽ കഴമ്പുണ്ടെന്ന് കോടതിക്ക് തോന്നുന്നു. ആ കഴമ്പുണ്ടെന്നതിന്റെ പേരിൽ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു. ഇത്രമാത്രമേ ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളൂ. ഇതിലൊരു അസ്വാഭാവിക നീക്കമുണ്ട് എന്ന അർത്ഥത്തിലേക്ക് നമുക്ക് ഒരു വലിയ രാഷ്ട്രീയമാനം ഇക്കാര്യത്തിൽ കാണില്ല. ഒന്ന്, ഇതിന്റെ ഫാക്ച്വൽ കാര്യങ്ങളിലേക്ക് വന്നാൽ നമുക്കറിയാം നാട്ടിൽ ഫ്ളാറ്റുകൾ എങ്ങനെയാണ് ഒരാൾ ബുക്ക് ചെയ്യുന്നതെന്നും ഫ്ളാറ്റുകൾ എപ്പോഴാണ് എങ്ങനെയാണ് പരിശോധിച്ച് നമ്മളൊരു വിജിലൻസിനോട് തന്നെ അന്വേഷിക്കാൻ പറയും, വിജിലൻസിനോട് എഫ്ഐആർ ഇടാൻ പറയും എന്നാണോ പറയുന്നത്? അങ്ങനല്ല, ഇത് കോടതി നേരിട്ട് എൻക്വയറി നടത്തുകയാണ്. അപ്പൊ ആ ഹർജി കക്ഷി അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജാണ്. നോക്കൂ, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജാണ്. വേണമെങ്കിൽ ഈ സ്പെഷ്യൽ ജഡ്ജിന് വിജിലൻസിനോട് കേസെടുക്കാൻ പറയാം. ഇങ്ങനെയല്ല, ഇതിൽ കേസെടുക്കേണ്ടതാണെന്ന് പറയാം. അങ്ങനെയല്ല, ഇത് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെയല്ല. നമ്മൾ PC ആക്ടിൻ്റെ ഒരു പ്രത്യേക പരിധി PC ആക്ടിനുള്ള ഒരു വലിയ അധികാര സ്വഭാവം എന്ന് പറയുന്നത് ആ PC ആക്ട് നൽകുന്ന അധികാര പരിധി കോടതികൾക്ക് അന്വേഷണം കൂടി നടത്താം. അത്തരത്തിലൊരു എൻക്വയറിയാണ് നടത്താൻ പോകുന്നത്. ആ എൻക്വയറിയാണ് നടക്കാൻ പോകുന്നത്. ആ എൻക്വയറി നടക്കട്ടെ. കാര്യം സത്യം പുറത്തു വരണമല്ലോ. ഇപ്പോൾ ശ്രീ MR അജിത് കുമാർ എന്തോ വലിയ അക്ഷന്തവ്യമായ അപരാധം ചെയ്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഏതോ അദൃശ്യ ശക്തികൾ അധികാരം ഉപയോഗിച്ചിരിക്കുന്നു എന്നതൊക്കെയല്ലേ വന്നിരിക്കുന്നത്. അതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പരിശോധിക്കുകയും കോടതിക്ക് അത്തരം ഒരു തീരുമാനത്തിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്ത റിപ്പോർട്ട് എന്നാൽ കോടതി കൊടുത്താൽ പോരെ? അത് പൂഴ്ത്തിവെക്കുന്ന അദൃശ്യശക്തി ആരാണ് അസ്കർ? അങ്ങനെയല്ല. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാക്ച്വൽ കാര്യങ്ങളിൽ നിന്ന് മാറി പെരിഫറലായിട്ടുള്ള ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ ശ്രീ MR അജിത് കുമാറിനെ സഹായിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് എന്തോ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും നോക്കൂ, 90കൾ മുതൽ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോടികൾ വിലയുള്ള സ്ഥലം വാങ്ങുന്നു, ഫ്ളാറ്റ് വാങ്ങി മറച്ചു വിൽക്കുന്നു, ഒരു പലാഷ്യൽ ഹോം, ഒരു കൊട്ടാര സദൃശ്യമായ വീട് പണിയുന്നു എന്ന് കോടതിയാണ് പറയുന്നത്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥന്റെ 90കൾ മുതലുള്ള വരവ് ചെലവ് കണക്കുകൾ പോലും പരിശോധിച്ചിട്ടില്ല. വിജിലൻസ് മാനുവലനുസരിച്ചല്ല ഈ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നതെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇനി ഇതിലെന്താണ് കോടതിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത്? അജിംസെ, നമ്മുടെ നാട്ടിൽ ഒരു IPS ഓഫീസറുടെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ? ഒരു ജില്ലാ ജഡ്ജിയേക്കാളും ശമ്പളം IPS ഓഫീസർക്ക് ഇപ്പം ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ IPS ഓഫീസറുടെ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിയ ഒരു വസ്തു, കവടിയാറിൽ വാങ്ങിയ വസ്തു, അതിനിപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടല്ല ആ വസ്തുവിൻ്റെ വില നിശ്ചയിക്കപ്പെടേണ്ടത്. ഒന്ന്. രണ്ട് മനസ്സിലാക്കേണ്ടത് ശ്രീ MR അജിത് കുമാർ വിവാഹം കഴിച്ചിരിക്കുന്നത് അവരുടെ ഭാര്യയും അവരുടെ ബന്ധുക്കളും വ്യവസായികളും വ്യവസായത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട്, അത് അദ്ദേഹം ആണ് പറയേണ്ടത്. ഒന്ന്. രണ്ട്, ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് വന്നാൽ ഒരു സെയിൽ എഗ്രിമെന്റ്, ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഈ കവടിയാറിലെ ഭൂമി അജിത് കുമാറിനും ഭാര്യയ്ക്കും വാങ്ങി നൽകിയ അദ്ദേഹത്തിന്റെ സഹോദരൻ ബ്രദർ ഇൻ ലോസിന്
ഒരു പണിയും വരുമാനവും ഇല്ല എന്നാണ് കോടതി പറയുന്നത്. അല്ല, അത് കോടതിക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ? കോടതി അത് പരിശോധിച്ചിട്ടല്ലേ പറയാവൂ. അല്ല, അജിത് കുമാർ ഏതെങ്കിലും കൊടുത്ത മൊഴി നിഗമനങ്ങളിൽ പറയുന്നത് കോടതി തന്റെ എത്താൻ പറ്റുമോ? ഭാര്യാപിതാവ് എന്ത് തനിക്ക് തെളിവിന്റെ ഗിഫ്റ്റ് അടിസ്ഥാനത്തിൽ? തന്നതാണ് അത് ഭൂമി എന്നാണ്. ദീർഘകാലമായി. കാര്യം അവരുടെ ഭാര്യാപിതാവ് കുടുംബം ഗിഫ്റ്റ് തന്നതാണ് ഭൂമി എന്ന് അജിത് കുമാർ പറയുന്നു. പക്ഷെ അജിത് കുമാറിന്റെ ഇത് നൽകിയിട്ടുള്ളത് അളിയന്മാരാണ്. അല്ല, അതാണ് കോടതിയുടെ സംശയം. അളിയന്മാർക്കാവട്ടെ ഒരു പണിയുമില്ല. അല്ല, ഇതില് അങ്ങനല്ലേ ഇവരുടെ ഈ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഇവരുടെ അജിത് കുമാറിന്റെ വൈഫും കുടുംബവും കൊല്ലത്ത് പേരുകളുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞാനിത് വളരെ ആധികാരികമായി പറയാൻ എനിക്ക് പറ്റുന്നത്. അവരിവിടെ വർഷങ്ങൾക്ക് മുമ്പേ 3 തലമുറകളായി കച്ചവടക്കാരാണ്. അപ്പോൾ വലിയ തോതിൽ വ്യവസായം ചെയ്യുന്ന കച്ചവടക്കാരായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്രീ എം.ആർ. അജിത് കുമാറിന്റെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും ഒരു സാമ്പത്തിക ആസ്തിയെ സംബന്ധിച്ച് ഒരു സംശയം ഞങ്ങളെ അടുത്തറിയുന്ന ആളുകൾക്കില്ല. അത് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. കൊല്ലത്ത് വ്യവസായങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. അവർക്ക് കേരളത്തിലാകമാനം വ്യവസായമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വലിയ വ്യവസായികളായിട്ടുള്ള ആൾക്ക് കവടിയാറിൽ ഒരു വസ്തു തൻ്റെ മരുമകന് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ അത് സഹോദരന്മാരുടെ പേരിലായിരിക്കും എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാവാം സഹോദരന്മാരത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെയും പേരിലേക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അത് സാങ്കേതികത്വം മാത്രമാണ് ഒന്നത്. രണ്ട്, ഇപ്പം നിങ്ങളെപ്പോഴും ഈ ഫ്ലാറ്റുകളെ സംബന്ധിച്ചാണല്ലോ ഇപ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ട് വന്നത്. വില കുറഞ്ഞ ഫ്ലാറ്റ് വാങ്ങി വലിയ തോതിൽ വലിയ വിലയ്ക്ക് വിറ്റു, രജിസ്ട്രേഷൻ കഴിഞ്ഞ് 22 ദിവസത്തിനുള്ളിൽ വിൽപ്പന നടത്തി എന്നുള്ളതാണ് വലിയൊരു ആരോപണം. അങ്ങ് പരിശോധിക്കേണ്ടത് കേരളത്തിലും ഇന്ത്യയിലാകമാനം ഫ്ലാറ്റുകൾ വാങ്ങുന്നതിനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉള്ളത്. നമ്മളൊരു ബിൽഡർ ഒരു ഫ്ലാറ്റിനെ സംബന്ധിച്ചൊരു ബ്രോഷർ ഇറക്കും, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും. ആളുകൾ ആ ഫ്ലാറ്റുകളിൽ വാങ്ങുന്നതിന് താല്പര്യമായിട്ടുള്ള ആളുകൾ അവിടെ ചൊല്ലും. ആ അനൗൺസ്മെൻറ്റിൽ തന്നെ അപ്രൂവ്ഡ് ഫിനാൻസിയേഴ്സ്, ആ ഫ്ലാറ്റ് ബിൽഡർ വളരെ കൃത്യമായി ഏതൊക്കെ ബാങ്കുകൾ അപ്രൂവ്ഡ് ഫിനാൻസേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് പറയും. അവരുമായി നമ്മളൊരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ്, അതായത് ബിൽഡറും വാങ്ങുന്ന ആളും ഫിനാൻസ് ചെയ്യുന്ന ബാങ്കോ ഫിനാൻസ് സ്ഥാപനമോ അവരുമായി ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ആണ് എഴുതാറുള്ളത്. ആ എഗ്രിമെൻറ്റിന് ശേഷം അതൊരു സെയിൽ എഗ്രിമെൻ്റ്, ഫ്ലാറ്റ് ബിൽഡറും ബയറുമായിട്ടൊരു സെയിൽ എഗ്രിമെൻറ്റും, അതിനെ തുടർന്ന് കൺഫർമേഷൻ ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചു തീർന്നതിന് ശേഷം മാത്രമാണ് എപ്പോഴും രജിസ്ട്രേഷനിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഇത് അറിയാതെയോ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ മറ്റു വസ്തുവകകളെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലോ ആണ് ബാങ്കുമായി ട്രൈപാർട്ടി ഒപ്പിട്ട് ലോൺ നേടി വാങ്ങിയ കെട്ടിടം സ്വന്തം പേരിൽ എഴുതി വാങ്ങാൻ 7 വർഷം കഴിഞ്ഞു. അത് അത്ര ശ്രദ്ധിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി. 7 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നതെന്നാണ്. ആര് വിശ്വസിക്കും ഹസ്കർ? അല്ലല്ലല്ലല്ലല്ല, അതിൽ അങ്ങനല്ല, അങ്ങനല്ല അജിംസെ. അത് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ബിൽഡിംഗ് കംപ്ലീഷൻ ആയതിനു ശേഷം മാത്രം എഗ്രിമെന്റ് സെയിൽ ഡീഡ് എഴുതിയാൽ മതി. അപ്പോൾ ഒരുപക്ഷെ 2009 രജിസ്ട്രേഷൻ ധാരാളം പൈസ മുടക്കി ഫർണിഷ് നടത്തി 2016 തീർന്ന സമയത്ത് നോക്കുമ്പോഴാണ് ഇത് എന്റെ പേരിലല്ലോ ഈ ഫ്ലാറ്റ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. എന്തൊരു സമർത്ഥമായ കള്ളമാണ് അസ്കർ അത്. അങ്ങനല്ല, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പാകപ്പിഴ മാത്രമാണ്. അല്ലാതെ അതിൽ അദ്ദേഹം ചെയ്ത ഏതോ വലിയ അപരാധം ആണ്, അത് ഏതോ തരത്തിൽ വലിയ കൊള്ളയാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ അതൊരു സാങ്കേതികത്വം മാത്രമാണ്. അത് നിലവിൽ പലപ്പോഴും പല ആളുകളും ഇത്തരം ഫ്ലാറ്റുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ബിൽഡിംഗ് കംപ്ലീഷനായി അതിനെ തുടർന്ന് ഒക്കെയാണ് പലപ്പോഴും ഇത് രജിസ്ട്രേഷനൊക്കെ ചെയ്യാറുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം വൈകിട്ടുണ്ടാവും രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് ലോൺ എടുത്ത് വാങ്ങിയതാണ്, എഴുതി കൊടുക്കാൻ പറ്റിയത്, എഴുതി വാങ്ങാൻ പറ്റിയതെന്നൊക്കെ അദ്ദേഹം കോടതിയിൽ തെളിയിക്കട്ടെ. കെ പി നൗഷാദ്, ഇവിടെ PV അൻവർ ഉന്നയിച്ച ചില വിഷയങ്ങളെങ്കിലും കോൺഗ്രസും ഏറ്റെടുത്തിട്ടുണ്ട്, അത് സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. നോക്കൂ, അതിലേറ്റവും ഗുരുതരമായി ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും ഡിഗ്രി കുറഞ്ഞ ഒരു ആരോപണമാണ് കൈക്കൂലി, അഴിമതി എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ, ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ സാധാരണവും സ്വാഭാവികവുമാണ്. പക്ഷേ അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന മറ്റ് പല ഗുരുതരമായ ആരോപണങ്ങൾ, RSS നേതാവിനെ കണ്ടത് മുതൽ, പൂരം കലക്കിയത് മുതൽ, മലപ്പുറം ജില്ലയിൽ വ്യാജ മയക്കുമരുന്ന് കേസുകൾ ഉണ്ടാക്കിയത് മുതൽ,
സ്വർണം പൊട്ടിക്കൽ മുതൽ അങ്ങനെ കൊലപാതകം വരെ നീളുന്ന ഗുരുതരമായ മറ്റ് ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിലെ അന്വേഷണം അതെന്താ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതിൽ FIR ഉണ്ടോ? ഇല്ല. ആർക്കെതിരെയാണ് അന്വേഷണം? അതറിയില്ല. അത് എത്ര കാലത്തേക്കാണ്? അതൊന്നും അറിയില്ല. അത് പുറത്തു വരേണ്ടത് നിങ്ങൾക്ക് കൂടി അനിവാര്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും അജിംസ, ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഈ സാമ്പത്തികമായി അനർഹമായത് സമ്പാദിച്ചു എന്നുള്ളത് ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ഒരുപാട് പേരിൽ ആരോപിക്കപ്പെടുന്നൊരു കുറ്റകൃത്യമായതുകൊണ്ട് അതങ്ങനെ ഒരു ഗൗരവ സ്വഭാവമില്ല എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു എൻ്റെ CPM സുഹൃത്ത് ഒക്കെ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാർ 3 തലമുറയായിട്ട് വലിയ സമ്പന്നരായ വ്യാപാരികളാണ് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അംബാനി പോലും 2ാം തലമുറയെ കച്ചവടക്കാരായിട്ടുള്ളൂ. കാരണം അച്ഛൻ ധീരുഭായ് അംബാനി പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു. അപ്പോൾ അതിലും വലിയ ഒരു സമ്പന്നരാണ് അവർ എന്നാണ് CPMന്റെ അഭിപ്രായം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ വെള്ളപൂശി ഇങ്ങനെയൊക്കെ നിലത്ത് കിടന്ന് ഉരുളുന്നത് ഏതായാലും ഇതിന്റെ പ്രേക്ഷകർ കണ്ട് വിലയിരുത്തിക്കോളുമെന്നുള്ളതുകൊണ്ട് ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ ഇവിടെ ആസ്കറൊക്കെ പറയുന്ന ഈ അഭിപ്രായങ്ങളൊക്കെ കേട്ടാൽ ചിലപ്പോൾ ADGP അജിത് കുമാർ അദ്ദേഹത്തെ വക്കാലത്ത് ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം വളരെ ശാന്തമായിട്ട് പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി അല്ലാതെ അദ്ദേഹം സൂര്യൻ കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും, ഐരാവതം വെളുപ്പ്, ആന കറുപ്പ് എന്നൊക്കെ മട്ടിലങ്ങനെ മൊഴിഞ്ഞു പോവുകയാണ്. ചിലപ്പോൾ ജഡ്ജിമാര് അതൊക്കെ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അനുകൂല വിധിയൊക്കെ ADGPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലൊരു ശുഭാശംസകൾ നേരെയാണ്. രണ്ടാമതായിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക, ഇതൊരു ഇടതുമുന്നണി ഗവൺമെന്റാണ് പോലും, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ്. ഈ ദത്താത്രേയ ഹൊസബല്ല എന്ന RSS നേതാവിനെ ഈ ADGP കണ്ട് അതൊരു സ്ഥിരീകരിക്കപ്പെട്ട വിവരമാണ്. എന്ത് രാഷ്ട്രീയ തീരുമാനമാണ് ആ വിഷയത്തിൽ CPM അന്ന് എടുക്കാൻ പോകുന്നത്, എടുത്തിട്ടുള്ളത് എന്നൊക്കെ അന്നൊക്കെ തന്നെ വലിയ ചോദ്യങ്ങളായിട്ട് ഉയർന്നതാണ്. ഒരു രോമത്തിൽ പോലും ADGP അജിത് കുമാറിന്റെ സ്പർശിക്കാൻ ഈ ഇടതുമുന്നണി ഗവൺമെന്റിന് സാധിച്ചില്ല. കാരണം അവരുടെ ദൂതുമായി അവരെ രക്ഷിക്കാനുള്ള ദൗത്യവുമായി ഈ പറഞ്ഞയച്ച ഒരു ഹംസമായിരുന്നു ADGP അജിത് കുമാർ. അദ്ദേഹമൊക്കെ ദലാളാണ്, അദ്ദേഹമൊക്കെ കമ്മീഷൻ ഏജന്റുമാരായിട്ട് ഇവിടുത്തെ പിണറായി വിജയന്റെ കുടുംബവും പിണറായി വിജയനും ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഇടനിലക്കാരനാണ്. അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അതുപോട്ടെ, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മണിക്കൂറുകളിലാണ് ഇവിടെ തൃശ്ശൂർ പൂരം വരുന്നത്. ആ പൂരം അവിടെ കലങ്ങുകയാണ്. ആ പൂരം നടക്കുന്ന സമയത്ത്, അലങ്കോലമാവുന്ന സമയത്ത് റവന്യൂ മന്ത്രി വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ തന്നെ രഹസ്യങ്ങളുടെ കലവറ സൂക്ഷിപ്പുകാരനും അത് ഒതുക്കി തീർക്കാനുള്ള കൊട്ടേഷനുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് റവന്യൂ മന്ത്രിയുടെ ഫോണിനൊക്കെ വല്ല വിലയും കൽപ്പിക്കേണ്ട കാര്യമുണ്ടാവുകയില്ല. അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി അവിടെ ആംബുലൻസിൽ ചീറിപ്പാഞ്ഞ് ബീക്കൺ ലൈറ്റൊക്കെ ഇട്ട് ലാൽബത്തിയൊക്കെ കത്തിച്ച് അവിടെ ലാൻഡ് ചെയ്യുന്നു. അദ്ദേഹം അവിടെ ഒരു സ്യൂഡോ ഹീറോ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമ ആക്ഷൻ സ്റ്റൈലൊക്കെ കാണിച്ച് അദ്ദേഹം മടങ്ങുന്നു. അപ്പോൾ ഇതിനെതിരെയും യാതൊരു നടപടിയുമില്ല. എന്നിട്ട് അതിൽ വലിയ സന്ദേഹങ്ങൾ ഈ പറഞ്ഞ റവന്യൂ മന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അജിത് കുമാർ തന്നെ അത് അന്വേഷിച്ചിട്ട് പറയുന്നു ഗൂഢാലോചനയുണ്ട് എന്ന്. ആ ഗൂഢാലോചനയുണ്ട് എന്ന് ADGP അജിത് കുമാർ പറഞ്ഞിട്ട് ആ ഗൂഢാലോചന കേസ് ഒരു FIR ഇട്ടിട്ട് ഇനി ഒരു പ്രതിയും ഇല്ലെങ്കിലും, ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ഒന്നും ഇല്ലെങ്കിലും, ഒരു സാധാ സംഭവം, ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞിട്ടൊരു FIR ഇടാൻ ചൊണ കാണിച്ചിട്ടുണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ? ഈ കമ്മ്യൂണിസം എന്ന വാക്കിനെയൊക്കെ ഇവർ വ്യഭിചരിക്കുകയാണ്. അത് പ്രതിപക്ഷ ബഹുമാനം എനിക്കൊരല്പമൊക്കെ ആ വാക്കിനോടുണ്ട്. കാരണം ഒരു മാനവ വിമോചനത്തിന് എന്ന സതുദ്ദേശപരമായിട്ട് വന്നൊരു പ്രത്യയശാസ്ത്രമാണത്. അതിനോട് പല വിയോജിപ്പുകളും പല എതിർപ്പുകളും ഉണ്ടെങ്കിലും അത് ചില സംഭാവനകളൊക്കെ ഈ ലോകത്തിന് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തിഗതമായിട്ട് വിശ്വാസമുള്ള ആളാണ് ഞാൻ. പക്ഷേ എനിക്കതിനോട് സമൂലമായി എതിർപ്പുണ്ട്. അത് വേറൊരു കാര്യം. അത്തരത്തിലൊരു പ്രതിപക്ഷ ബഹുമാനമുണ്ട്. ആ പദത്തെയാണ് ഇവർ തുടർച്ചയായിട്ട് വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ RSSുമായിട്ട് കൈകോർക്കാൻ ഇത്തരത്തിലുള്ള ആളുകളെ ചുമതലപ്പെടുത്തുന്നത്. അവർ ചെയ്യുകയും ഇവർ കൂടിച്ചേർന്ന് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിരവധിയായ പഴുതുകൾ ഉണ്ടായിട്ടും അതിനൊന്നും മറുപടി പറയാൻ ഇവരാരും സന്നദ്ധമല്ല. മുഖ്യമന്ത്രി വന്ന് പത്രസമ്മേളനം നടത്തിയാൽ മുൻകൂർ എഴുതി പറഞ്ഞ് കൊടുക്കുന്ന 6 or 7 ചോദ്യം അദ്ദേഹം സ്വീകരിച്ച് മറുപടി പറഞ്ഞ് ഇനിയില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാണ്. ഏതെങ്കിലും ഒരു പത്രക്കാർക്ക് മുഖ്യമന്ത്രിയോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുണ്ട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉത്തരം പറഞ്ഞ ചരിത്രം
കേരളത്തിലുണ്ടോ? അതുപോട്ടെ, ഇവിടെ മുഖ്യമന്ത്രി അത് കഴിഞ്ഞിട്ടൊരു 3 അംഗ സംഘത്തെ ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. എന്നാണ് ഈ അന്വേഷണം കഴിയുക? ആ അന്വേഷണത്തിന്റെ പുരോഗതി എവിടെ വരെയായി? എന്താണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ആ 3 അംഗ സംഘം ചെയ്തു? ഇത്തരത്തിലൊക്കെയുള്ള വലിയ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഇവരുടെയൊക്കെ മടിയിൽ വ്യക്തമായ കനമുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആ ഉരുട്ടിവിടുന്ന നുണകളൊക്കെ ജനങ്ങൾ അതേപടി വിശ്വസിച്ചുകൊള്ളും, അവർക്ക് ദഹിച്ചുകൊള്ളും എന്നൊക്കെ ഇവർ കരുതുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള വലിയ കളവും കളങ്കവും വീണ്ടും വീണ്ടും പല തരത്തിൽ പല രൂപത്തിൽ ഇവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കുറെ നാളുകളായിട്ട് ഇത്തരം കഥകളൊന്നും നമ്മൾ അയവിറക്കിയിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആവർത്തിച്ചിരുന്നില്ല. കാരണം ഒരുപാട് മറ്റ് ആരോപണങ്ങൾ ഈ സർക്കാരിന് നേരെയുണ്ട്, വീഴ്ചകളുണ്ട്, പോരായ്മകളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മറവിയിലേക്ക് പോയതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും വലിയ കറുത്ത പാടുകൾ എന്നേക്കുമായിട്ട് മറവിയിലേക്ക് പോവുകയില്ല. അതിങ്ങനെ തികട്ടി വരും. അതിന്റെ ഒരു തികട്ടി വരലാണ് ഇത്. പുളിച്ച് തികട്ടിയാണ് വരുന്നത്. ഒരു വിജിലൻസ് കോടതി ജഡ്ജിയൊക്കെ നടത്തിയ പരാമർശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവർക്കൊരു ധാർമ്മികതയുണ്ടെങ്കിൽ അവരെയൊക്കെ അത് യഥാവിധി അതിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവണം. ജനങ്ങൾ ഇവരെ ഗ്രില്ല് ചെയ്തു. അജിത് കുമാർ കൊടുത്ത മൊഴിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ നാഗരാജ്, ഈ കേരള പോലീസ് അസോസിയേഷനിലെ ചില ആളുകളും പോലീസ് സേനയിലെ ചില ഉന്നതരും തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ കേസ് ഓണാണ്. ഇങ്ങനൊരു കേസ് ഓണായ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ DGP പ്രൊമോഷൻ തടസ്സപ്പെടുമോ? അതെ. കാരണം ഇപ്പം ഈ വിജിലൻസ് കൊടുത്ത ക്ലീൻ ചിട്ട് 2014 നവംബറിൽ വിജിലൻസ് കൊടുത്ത ക്ലീൻ ചിട്ട് അതിനെ സർക്കാരിൽ നിന്നും കോടതി വിളിച്ചു വരുത്തി അതിനെ റദ്ദ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ വിജിലൻസ് ക്ലിയറൻസ് ഇല്ല. അതുകൊണ്ട് ഇനി ഇദ്ദേഹത്തിന് DGP പദവി കിട്ടാൻ സാധ്യതയില്ല. കാരണം വിജിലൻസ് ക്ലിയറൻസ് ഒന്നും, ഇനി കേസൊക്കെ തീർന്നാൽ മാത്രമേ, ഇപ്പോൾ ഞാൻ കോടതി കൊടുത്ത കേസ് അതിൻ്റെ അന്തിമ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് തുടർ നടപടികൾ അപ്പോൾ അതിൻ്റെ അന്തിമ തീരുമാനം വന്ന ശേഷം മാത്രമേ ഇനി ഇദ്ദേഹത്തിന് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റുകയുള്ളൂ. കാരണം കോടതി ഒരു IPS ഉദ്യോഗസ്ഥൻ സർവീസിൽ തുടരുക സാധ്യമാണോ? സസ്പെൻഷൻ അനിവാര്യമല്ലേ? അതെ. അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അദ്ദേഹത്തിന് അത് എന്തെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ, ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരും ഇതിൽ ഇദ്ദേഹത്തിനോട് സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തെ അവിഹിതമായി സഹായിച്ചതായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. എങ്കിൽ തന്നെയും ഇപ്പോൾ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി രാജിവെക്കില്ലല്ലോ. അതെ. അപ്പോൾ അദ്ദേഹത്തിനൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ഈ അജിത് കുമാറിനോട് ലീവ് എടുത്ത് മാറി നിൽക്കാൻ പറയുക. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വേറൊരു ഈ ലോ ആൻഡ് ഓർഡർ, അത് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ചെറിയ പവറുള്ള പോസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് വേറെ ഏതെങ്കിലും MD ആയിട്ടോ അങ്ങനെ മാറ്റുകയോ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉള്ള അധികാരം, മാറ്റാൻ വേണ്ടിയുള്ള അധികാരം, ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. അത് മുഖ്യമന്ത്രി ചെയ്യുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അത് മാത്രമല്ല, ഇവർ ഇപ്പോൾ മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യ സ്വത്തുക്കളും ഒക്കെ. പക്ഷേ അത് എത്ര പാരമ്പര്യ സ്വത്തുണ്ടെങ്കിൽ ഇവരുടെ ചെക്ക് പീരീഡ് കണക്കാക്കണം. അതൊന്നും വിജിലൻസ് കണക്കാക്കിയിട്ടില്ല. ഇദ്ദേഹത്തിന് എത്ര ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഇപ്പം ഞാൻ തന്നെ പല കാര്യങ്ങളും വിവരാവകാശം വഴി DGP ഓഫീസ് വെച്ചിട്ട് ഒന്നും തന്നിട്ടില്ല. അവരെല്ലാം വിവരാവകാശ നിയമത്തിലെ 8(1)H പ്രകാരം ഇത് തരാൻ മറ്റൊരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതിന് തന്നിട്ടില്ല. അപ്പോൾ പക്ഷേ അതിനു മുമ്പ് സുപ്രീം കോടതി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഒക്കെ ഓർഡർ ഉണ്ട്. അതായത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 വകുപ്പിൽ പറയുന്നത് അഴിമതി സംബന്ധിച്ചോ മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ചോ ഉള്ള അപേക്ഷകളാണെങ്കിൽ അത് കൊടുക്കണം, അത് ആ റിക്വസ്റ്റർക്ക് നൽകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതെല്ലാം അവർ കാറ്റിൽ പറത്തി ഇവരൊന്നും തരുന്നില്ല. അങ്ങനെ അതെല്ലാം കോടതി ഞാൻ ഹാജരാക്കി. ഞാൻ വിവരാവകാശത്തിൽ കൊടുത്ത അപേക്ഷ, അതിന് ഇവർ തന്ന മറുപടി, DGP ഓഫീസിൽ തന്ന മറുപടി, ഇതെല്ലാം ഹാജരാക്കി. അങ്ങനെയൊക്കെ കോടതിക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് കോടതി തന്നെ പറഞ്ഞത് ഇതിൽ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുഖ്യമന്ത്രി എല്ലാം അതിൽ പരാമർശിക്കാൻ, അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ അഡ്വൈസായിട്ട് റിമാർക്സ് ഉണ്ട്. അത് സാധാരണ ഇദ്ദേഹം രാജിവെക്കേണ്ടതാണ്. മറ്റേ ബാർക്കോഴ കേസിൽ ഇതുപോലെ വന്നപ്പോഴത്തെ KM മാണി അന്നത്തെ മിനിസ്റ്റർ KM മാണി രാജിവെച്ചു. ഇതുപോലെ കോടതി പരാമർശം വന്നപ്പോൾ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറഞ്ഞു. അത് എൻ്റെ ഹർജിയിലാണത് വന്നത്. അതായത് ബിജു രമേശ് അബ്കാരി കോൺട്രാക്ടർ വിജിലൻസ് സ്വമേധയാ അതായത് പൂർത്തിയ ബാർ. അതെ. അത് എൻ്റെ കേസാണ്, ഞാൻ ഫയൽ ചെയ്ത കേസാണ്. അപ്പോൾ അന്നത്തെ വിജിലൻസ് കോടതി അതായത് ഇവർ കേസെടുത്തിട്ട് പിന്നെ റഫർ ചാർജ് കൊടുക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ തെളിവ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ ഞാൻ ഇതുപോലെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് കോടതി അംഗീകരിച്ചു. അന്നത്തെ വിജിലൻസ് കോടതി അംഗീകരിച്ചു. അങ്ങനെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ DGP, ഇപ്പോഴത്തെ ദർവേസ് സാഹിബ്, അദ്ദേഹം അന്ന്
വിജിലൻസ് DGP ആയിരുന്നു, വിജിലൻസിൻ്റെ ADGP ആയിരുന്നു, വിജിലൻസ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം വാദിയായിട്ട് എവിടെ പോയി? ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ അന്നത്തെ കമാൽ പാഷ ജസ്റ്റിസ് അതേ നല്ലൊരു ഓർഡർ സർക്കാരിന് വിമർശിച്ചുകൊണ്ട്, പിന്നെ ഫിനാൻസ് മിനിസ്റ്ററും മന്ത്രി KM മാണി വിമർശിച്ചുകൊണ്ട് ഓർഡർ ഇട്ടു, വിജിലൻസിനെയും ഇത് തള്ളി. അപ്പോൾ ഇവർ പറഞ്ഞു വിജിലൻസ് കോടതിക്ക് അങ്ങനെ ഓർഡർ വരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത് പഴങ്കഥയാണ്, ഒരു 10-20 കൊല്ലം മുമ്പുള്ള കഥയൊക്കെയാണ്. പക്ഷേ ഇവിടെ അദൃശ്യശക്തി കേസന്വേഷണത്തിൽ ഇടപെട്ടു എന്നും മറ്റും കോടതി പറഞ്ഞു കഴിഞ്ഞു. ഈ ഏജൻസി അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ പോലും സസ്പെൻഡ് ചെയ്യാനോ മാറ്റി നിർത്താനോ പോലും ഭരണകൂടം തയ്യാറാവുന്നില്ല. അതിനുശേഷമാണല്ലോ മന്ത്രി രാജിവെക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും മുഴങ്ങിയാണ്. രാജിവെക്കുമോ, സസ്പെൻഡ് ചെയ്യുമോ, മാറ്റി നിർത്തുമോ? മാറ്റി നിർത്താൻ പോലും തയ്യാറല്ല എന്നുള്ളതാണ് കാര്യം. എന്തായാലും നമുക്ക് നോക്കാം കോടതി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ത്രിതല അന്വേഷണം എന്ന പേരിൽ നടക്കുന്ന പ്രഹസനം എന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി ശ്രീ അസ്കർ, ശ്രീ നൌഷാദ് അലി, ശ്രീ നാഗരാജ്.